2020 ഫെബ്രുവരിയിലാണ് ഞാൻ ആദ്യമായിട്ട് ദുബായിൽ വന്നത് കേട്ടോ. കയ്യിലൊരു വിസിറ്റിംഗ് വിസയും പിന്നെ ധൈര്യത്തിനൊരു DHA ലൈസൻസും അതിൻ്റെ കൂടെ 30 കിലോ പാക്ക് ചെയ്ത 2 ബാഗിൽ നിറയെ സ്വപ്നങ്ങളുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എനിക്കിവിടെ പരിചയക്കാരോ അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ ആളോ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭയങ്കര ഒരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. എന്തായാലും നാട്ടിൽ ഇത്തിരി എക്സ്പീരിയൻസ് ഉള്ളതല്ലേ, എവിടെയെങ്കിലുമൊക്കെ ഒരു ജോലി കിട്ടാതിരിക്കില്ല. എനിക്ക് എന്നെ ഭയങ്കര വിശ്വാസമാണ്. വേറെ ആരും അത്ര വിശ്വാസം ഇല്ലതാനും. അപ്പോൾ പറയാൻ വന്നത്, തിരിഞ്ഞു നോക്കുമ്പോൾ 6 വർഷങ്ങൾ. ഈ 6 വർഷങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് പറഞ്ഞാൽ, ജീവിക്കാൻ എനിക്കൊരുപാട് ധൈര്യം തന്നൊരു നാടാണ് കേട്ടോ ഇത്. ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ചതും ഞാൻ ഏറ്റവും അധികം വിഷമിച്ചതും ഈ ഒരു സ്ഥലത്താണ്. സന്തോഷത്തിലും വിഷമത്തിലും ഒക്കെ എന്നെ താങ്ങി പിടിച്ചതും ഈ ഒരു രാജ്യമാണ്. ഇവിടെ ഭയങ്കര ഒരു സുരക്ഷിതത്വം എനിക്ക് ഇവിടുത്തെ ഒരു സുരക്ഷിതത്വം ഉണ്ടല്ലോ, എനിക്കറിയില്ല അതെങ്ങനെയാണ് പറയേണ്ടതെന്ന്. 2 കൊല്ലം നാട്ടിൽ പോവാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴും ഇറ്റ്സ് ഓക്കെ അശ്വതി, നീ ഓക്കെ ആണ്. ആൻഡ് എനിക്ക് ഭയങ്കര ഇമോഷണലായി പോകുന്നു കേട്ടോ. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ ശരി എന്തെങ്കിലും എഴുതണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഗാലറി നോക്കിയപ്പോൾ കണ്ട കാര്യങ്ങളാണ്. ഇന്നിവിടെ നമ്മുടെ എന്താ പറയുക, ഒറ്റയ്ക്കൊരു ചായയും പിടിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിരിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, എനിക്കത് ഭയങ്കര വലിയ അച്ചീവ്മെൻ്റാണ്. കാരണം ഞാൻ അങ്ങനെ ഒറ്റയ്ക്കൊന്നും ഒരിടത്തും പോയിരിക്കുന്ന ഒരാളെ അല്ലായിരുന്നു. പക്ഷേ ഈ ഒരു 2 കൊല്ലത്ത് ഞാൻ ഒറ്റയ്ക്കിരിക്കാൻ പഠിച്ചു. അല്ലെങ്കിൽ എന്നെല്ലാം പഠിപ്പിച്ചതുണ്ടല്ലോ, എന്നെ ജീവിതം പഠിപ്പിച്ചൊരു സ്ഥലമാണിത്. എനിക്ക് അറിയില്ല. അതെ, താങ്ക് യു ദുബായ്. എന്നെ ഞാനാക്കി മാറ്റിയത്, എന്നെ ഇങ്ങനെ ധൈര്യമായിട്ട് നിൽക്കാൻ പഠിപ്പിച്ചത് ഈ ഒരു നാടുമാണ്. ഒറ്റയ്ക്ക് നിൽക്കാനേ